വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലെ. അപ്പൊ എല്ലാ മക്കളും ഇതാണ്ട് അടിപൊളിയായിട്ട് നമ്മുടെ ഓണം പരീക്ഷന് കനത്ത പ്രിപ്പറേഷനിലായിരിക്കും. അപ്പൊ അനിറ്റ മിസ് ആണ് നിങ്ങളെ സഹായിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ? എവേ ഫ്രം ഡിസീസ് അല്ലെങ്കിൽ വ്യാധികൾ പടരാതിരിക്കാൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ ഇതാ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഫുൾ സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം? സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പാഠഭാഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതുപോലെ തന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം അല്ലെ, കുറേ രോഗങ്ങൾ എന്താണ് പടരുന്നവയാണ്, പക്ഷെ കുറച്ച് രോഗങ്ങൾ ഇങ്ങനെ പടരാത്തവയാണ്. ഇപ്പൊ ചിക്കൻ ബോക്സ് ഒക്കെ പടരുന്ന രോഗമാണ് എന്ന് നമുക്കറിയാം. പക്ഷെ അത് മാത്രമല്ല, ചിക്കൻ ഗുനിയ, ചിക്കൻ ബോക്സ്, കോളറ, ടൈഫോയിഡ്, മലേറിയ ഇവയൊക്കെ എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇനി അതേസമയം നമ്മുടെ കൊളസ്ട്രോള്, പ്രഷർ, അപസ്മാരം, ആസ്മ, അതുപോലെ തന്നെ എന്താണ് ഡയബറ്റിക്സ് ഇവയൊക്കെ എന്താണ് പടരാത്ത രോഗമാണ്. അപ്പൊ ഈ രണ്ട് കാറ്റഗറിയിൽ പെട്ട രോഗത്തിന് കുറച്ച് ഉദാഹരണങ്ങൾ മക്കൾ പഠിച്ചു വെക്കുക. ഇനി അതേസമയം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ രോഗം ഇങ്ങനെ പടരുവാണെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് പകർച്ചവ്യാധി എന്ന് ചോദിക്കുമ്പോൾ മക്കൾ പറയണം, ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗത്തിനെയാണ് നമ്മൾ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. പക്ഷെ ഇത് പകരുന്ന ആ ഒരു രീതി കുറച്ചും കൂടി എന്താ പറയാ, കുറച്ചും കൂടി വലുതാണെങ്കിൽ, അതായത് വേറെ രാജ്യത്തിലേക്കോ അല്ലെങ്കിൽ വേറെ ഭൂഖണ്ഡങ്ങളിലേക്കോ ഒക്കെയാണ് ഇങ്ങനെ രോഗം ഇങ്ങനെ പകരുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? അതൊരു മഹാമാരിയായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പാൻഡമിക് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അപ്പൊ എന്താണ് പാൻഡമിക് എന്ന് പറഞ്ഞാൽ? ഈ പറയുന്ന പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ മറ്റു ഭൂഖണ്ഡങ്ങളിലേക്കോ പകരുവാണെങ്കിൽ, അങ്ങോട്ടേക്ക് അത് വ്യാപിക്കുവാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? യെസ്, അതിനെയാണ് നമ്മൾ മഹാമാരി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഓർമ്മയുണ്ടായിരിക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താ അറിയണ്ടേന്ന് അറിയാവോ? എങ്ങനെയാണ് ഈ രോഗങ്ങൾ ഇങ്ങനെ പകരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ രോഗത്തിന് കാരണമെന്ന്? ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ചുറ്റും ധാരാളം ആൾക്കാരുണ്ട്. അതിലൊക്കെ കുറെ ആൾക്കാരെ നമുക്ക് നമ്മുടെ നെയ്ക്കട കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും, അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാതെ കുറേ സൂക്ഷ്മജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ്, ഫംഗസ് ഇവയൊക്കെ എന്താണ്, ചിലതിനെ ഒന്നും നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. ഇവയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രോഗത്തിന് കാരണം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ രോഗത്തിന് കാരണക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് രോഗകാരികൾ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? പാത്തോജൻസ് എന്ന് പറയുന്നത്. അപ്പൊ മിസ് നേരത്തെ പറഞ്ഞല്ലേ, അവയെ നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവയെ എങ്ങനെയാണ് കാണുന്നത്? അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് വ്യൂ ഓഫ് ബാക്ടീരിയ, അതായത് ബാക്ടീരിയയെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ചിത്രമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അതേപോലെ ഇവിടെ നിങ്ങൾ എന്താ കാണുന്നത്? മൈക്രോസ്കോപ്പിക് വ്യൂ ഓഫ് വൈറസ് ആണ്. പക്ഷെ ഈ പറയുന്ന സൂക്ഷ്മ ജീവികൾ അല്ലെങ്കിൽ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസം കൊണ്ട് നമുക്ക് കുറെ ഉപകാരങ്ങളും ഉണ്ട്. അതും കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ദോശമാവ് പുളിപ്പിക്കുന്നത്, മണ്ണിലെ ജൈവാവശിഷ്ടങ്ങൾ വിഘടിക്കുന്നത്, മോര് തൈരാക്കുന്നത്, ഭക്ഷണം ദഹിപ്പിക്കുന്നത്, അതുപോലെ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്നത്, ഇതിന് സഹായിക്കുന്നതും എന്തൊക്കെയാണ്? യെസ്, നമ്മുടെ സൂക്ഷ്മജീവികൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കാം, ഈ സൂക്ഷ്മജീവികൾ രോഗങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ധാരാളം സിറ്റുവേഷൻ ഈ സൂക്ഷ്മജീവികളുടെ ധർമ്മം കൊണ്ട് അല്ലെങ്കിൽ അവയുടെ ആ ഒരു സഹായം കൊണ്ട് നമുക്ക് നടക്കുന്നുണ്ട് എന്ന് മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത്, അപ്പൊ രോഗത്തിന് കാരണക്കാരാരൊക്കെയാന്ന് നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെയാണ് ആ രോഗകാരികൾ അല്ലെങ്കിൽ ഈ പറയുന്ന പാത്തോജൻസ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്? അതിനാരാണ് സഹായിക്കുന്നത് എന്നും കൂടി നമുക്ക് നോക്കണം. അതിന് സഹായിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ രോഗാണുവാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ്? രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെക്ടേഴ്സ് എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, അതായത് ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ അവയൊക്കെ എന്താണ് ഈ പറയുന്ന വെക്ടേഴ്സ് അല്ലെങ്കിൽ രോഗാണുവാഹകർക്ക് ഉദാഹരണമാണ് എന്നും കൂടി മക്കൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പഠിക്കുന്നത് എന്താണെന്ന് അറിയാവോ? എങ്ങനെയാണ് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത്, എങ്ങനെയാണ് ഡിസീസ് ഉണ്ടാവുന്നത് എന്നാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ, എന്താണ് ഈ പറയുന്ന വെക്ടേഴ്സിലൂടെ അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഈ പറയുന്ന സൂക്ഷ്മജീവികൾ വരുന്നുണ്ടാവും, അതുപോലെ തന്നെ വെക്ടേഴ്സ് വഴിയും സൂക്ഷ്മജീവികൾ വരുന്നുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ച് എക്സാമ്പിൾസ് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? ഒന്ന്, സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും അതുമൂലം ഉണ്ടാവുന്ന കുറച്ച് രോഗങ്ങള്, രോഗാണുവാഹകരിൽ നിന്നല്ലാത്ത കുറച്ച് സിറ്റുവേഷൻ പറയുന്നുണ്ട്, രോഗാണുവാഹകരിൽ നിന്ന് ഉള്ള സിറ്റുവേഷൻ പറയുന്നുണ്ട്. ഈ അല്ലാത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മണ്ണിലൂടെ ഉണ്ടാവാം, വായുവിലൂടെ ഉണ്ടാവാം. ഓക്കെ, മണ്ണിലൂടെ വരുന്ന കുറച്ച് രോഗമാണ് നമ്മുടെ വിരശല്യം, അതുപോലെ തന്നെ എന്താണ്
ടെറ്റനസ് എന്നൊക്കെ പറയുന്നത്. ഇനി വേണമെങ്കിൽ എന്താണ്, ജലവും ഭക്ഷണവും വഴിയൊക്കെ ഉണ്ടാവാം. അതാണ് നമ്മുടെ ടൈഫോയിഡ്, വയറിളക്കം, മഞ്ഞപ്പിത്തം എന്നൊക്കെ പറയുന്നത്. ഇനി വെക്ടേഴ്സ് വഴി പടരുന്ന കുറച്ച് രോഗങ്ങളുണ്ട്. അതായത് എന്താണ്, നമുക്ക് പറയാൻ വേണ്ടി പറ്റൂലേ, കൊതുക് വഴി പകരുന്ന രോഗം ഏതാണ്? യെസ്, നമ്മുടെ ചിക്കൻ ഗുനിയ, മന്ത് ഒക്കെയാണ്. പിന്നെ ഈച്ച വഴിയാണെങ്കിൽ എന്താണ്, വയറിളക്കം വരുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന മനുഷ്യർ വഴിയും രോഗമുണ്ടാകും, പിന്നെ പക്ഷികൾ വഴിയും രോഗമുണ്ടാകും. അപ്പൊ ഏതൊക്കെ മാർഗത്തിലൂടെയാണ് നമ്മുടെ ഈ പറയുന്ന രോഗങ്ങൾ നമുക്ക് ഉണ്ടാവുന്നത് എന്നും കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഈ പറയുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് മിസ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്താണ്, നമ്മുടെ ഡെയിലി ലൈഫിലെ സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്കൊന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഇത് ഓർത്തിരിക്കുക. ഓക്കെ, രോഗങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. ഇനി അടുത്തത് എന്താണെന്നറിയാവോ, നമുക്കറിയാം അല്ലെ, നമുക്കിപ്പോ എന്തെങ്കിലും ഒരു രോഗം വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ തന്നെ അതിനെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയ ആന്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ അതിനെ ചെറുത്ത് നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി, അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താന്ന് മനസ്സിലായല്ലോ, ഈ പറയുന്ന രോഗാണുക്കൾ വന്നാൽ നമ്മുടെ ബോഡിയിൽ തന്നെ അതിനെ അതിജീവിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ രോഗാണുക്കളെയും നമുക്ക് ഇങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ കുറെ വാക്സിനേഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു പ്രതിരോധ ശേഷിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർജിത രോഗപ്രതിരോധ ശേഷി, അല്ലെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ പോളിയോ, അതുപോലെ തന്നെ എന്താണ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഇവയൊക്കെ എന്താണ്, ഈ പറയുന്ന രോഗത്തിനൊക്കെയുള്ള ഒരു പ്രതിരോധ ശേഷി നമ്മുടെ ബോഡിക്ക് ഓട്ടോമാറ്റിക്കലി വരത്തില്ല. അതിനു വേണ്ടിയൊക്കെ നമ്മൾ വാക്സിനേഷൻസ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു രോഗപ്രതിരോധ ശേഷിനെ പറയുന്ന പേരാണ് നമ്മൾ ഈ പറയുന്ന അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പാഠഭാഗത്തിന്റെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് നമ്മുടെ വാക്സിനേഷൻ ചാർട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കൂലേ. ഓരോ ഏജിനും, അതായത് നമ്മുടെ ജനിച്ച സമയം തൊട്ടിട്ട് 16 വയസ്സ് വരെ നമ്മൾ ഏതൊക്കെ വാക്സിനേഷൻ എടുക്കണം എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിന്റെ പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഏകദേശം ഈ ഒരു പാഠഭാഗത്തിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി എന്ന് മിസ് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഒരു പാഠഭാഗവുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇനി വൺ ബൈ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മുടെ 5ാം ക്ലാസ്സിൽ വരുന്ന ബേസിക് സയൻസിന്റെ മാരത്തോണും അതുപോലെ തന്നെ എന്താണ് മെഗാ മാരത്തോണും ഒന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇതുപോലെ കാണാം. See you soon. Thank you so much and bye bye.